നമസ്കാരം. റാഫ്റ്റോപ്പ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരം പൊളിച്ചടുക്കിയിരിക്കുകയാണല്ലോ. 8-0 വിജയമാണ് മുംബൈ സിറ്റി FC-ക്കെതിരെ നേടിയിരിക്കുന്നത്. മുംബൈ സിറ്റിയുടെ റിസർവ് ടീമാണ്. സംഗതിയൊക്കെ ശരിയാണ്. പക്ഷെ ബ്ലാസ്റ്റേഴ്സ് ഗോളടിച്ച് തിമിർത്ത് പുതിയൊരു റെക്കോർഡ് തന്നെ അങ്ങ് സ്ഥാപിച്ചിട്ടുണ്ട്. അതിന് കൈയടിക്കണം. 135 വർഷത്തെ ചരിത്രമാണ് ബ്ലാസ്റ്റേഴ്സ് തിരുത്തിയിരിക്കുന്നത്. ഡ്യൂറൻ കപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം. ഇതിനു മുമ്പ് 1889 ഹൈലാൻഡ് ലൈറ്റ് ഇൻഫൻട്രിയും ഷിംല റൈഫിൾസും തമ്മിൽ നടന്ന മത്സരം 8-1 ഹൈലാൻഡ് ലൈറ്റ് ഇൻഫൻട്രി വിജയിച്ചിരുന്നു. അതാണ് ഇതിനു മുമ്പത്തെ ഡ്യൂറൻ കപ്പിലെ ഏറ്റവും ഉയർന്ന മാർജിനുള്ള വിജയമെങ്കിൽ അത് ഇവിടെ തിരുത്തി കുറിക്കപ്പെട്ടിരിക്കുന്നു. 8-0 വിജയിച്ചുകൊണ്ട് 135 വർഷം പഴക്കമുള്ള ആ റെക്കോർഡ് ബ്ലാസ്റ്റേഴ്സ് തിരുത്തി. മാത്രമല്ല, ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെയും ഏറ്റവും ഉയർന്ന വിജയമാണ് ഇവിടെ കുറിക്കപ്പെട്ടിരിക്കുന്നത്. കൈയടിക്കണം നമ്മൾ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിര താരങ്ങൾക്ക്. നോഹ് സദോയി ബ്ലാസ്റ്റേഴ്സിനായിട്ട് ആദ്യത്തെ ഒഫീഷ്യൽ മത്സരമാണ് കളിച്ചത്. അദ്ദേഹം ഹാട്രിക് നേടി. കോമെ പെപ്ര കഴിഞ്ഞ സീസണിൽ ഒരുപാട് വിമർശനങ്ങൾ തുടക്കത്തിൽ അദ്ദേഹത്തിന് നേരെ വന്നിരുന്നു. പിന്നീട് അദ്ദേഹം ഫോമായി വന്നപ്പോഴേക്കും പരിക്കിന്റെ പിടിയിൽപ്പെട്ട് പുറത്തുമായി. ഇപ്പോൾ ഇതാ വീണ്ടും അദ്ദേഹം പ്രതീക്ഷ നൽകിയാണ്. ഹാട്രിക്കുമായിട്ട് തന്നെ ഈ സീസണിലെ ആദ്യ ഔദ്യോഗിക മത്സരം അദ്ദേഹവും പൊളിച്ചടുക്കിയിരിക്കുന്നു. പിന്നെ ഇഷാൻ പണ്ഡിത്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം ബ്രേസ് നേടി. പുതിയ കോച്ചിന്റെ പ്ലാനിൽ ഇഷാൻ പണ്ഡിതക്ക് സ്ഥാനമുണ്ട് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം പകരുന്ന കാര്യമാണ്. അങ്ങനെ 8-0 വിജയത്തോടെ ബ്ലാസ്റ്റേഴ്സ് ഇതാ ചരിത്രം കുറിച്ചിരിക്കുന്നു. ഇതൊരു പുതുയുഗ പിറവിയാണ് എന്ന പ്രതീക്ഷയിലാണ് ആരാധകരൊക്കെയും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോപ്സ് എടുത്താം.